സാങ്കല്പിക വാർത്തകളുമായി പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് മലയാളം പത്രങ്ങളുടെ ഒന്നാം പേജിൽ PRDയുടെ പരസ്യം വന്നിരിക്കുന്നു. UDF ഭരണമായിരുന്നെങ്കിൽ സംസ്ഥാനം ആകെ ഇപ്പോൾ പ്രതിസന്ധിയിലായേനെ എന്ന തരത്തിലാണ് ഈ സാങ്കല്പിക വാർത്താ പേജ്. പാഠപുസ്തക അച്ചടി വൈകിപ്പിക്കുന്നതായി ആരോപണം. സ്കൂൾ തുറന്ന് 1.5 മാസം കഴിഞ്ഞിട്ടും പാഠപുസ്തകങ്ങൾ എത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് ആയിട്ടില്ല. പ്രതിസന്ധി തുടർന്നാൽ KSRB ഫീ കൂട്ടേണ്ടി വരുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് തന്നെ മുന്നറിയിപ്പ് നൽകി. 2011 മുതൽ 16 വരെ അധികാരത്തിലിരിക്കുന്നു. പക്ഷേ 2016 ഉമ്മൻചാണ്ടി സർക്കാർ പടിയിറങ്ങുമ്പോൾ പൂർത്തിയായത് വെറും 48 കിലോമീറ്റർ ദൂരം മാത്രമായിരുന്നു. പൈപ്പിടൽ പൂർത്തിയായത് 5 വർഷം കൊണ്ട്. സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകേണ്ട കുടിശ്ശിക 995 കോടി കവിഞ്ഞു. സാമ്പത്തിക സഹായം ഉടൻ ലഭിച്ചില്ലെങ്കിൽ സപ്ലൈകോയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് കാട്ടി ND സർക്കാരിനെ തപ്പുന്നു. 2014 നൽകാനുള്ളത് 2 മാസത്തെ കുടിശ്ശിക. 2015 അത് 12 മാസത്തെ കുടിശ്ശികയായി മാറി. 2014 4 മാസത്തെ കുടിശ്ശിക. അങ്ങനെ ആകെ 18 മാസത്തെ കുടിശ്ശികയാണ് UDF സർക്കാർ വരുത്തിവെച്ചത്. മഴയത്ത് ചെളിക്കുണ്ട്, വെയിലത്ത് പൊടിക്കാറ്റ്. കുട്ടിയത്ത് നിന്നും കുണ്ടറയിലേക്കുള്ള റോഡിന്റെ അവസ്ഥയിലാണ്. എല്ലാ വർഷവും കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താറുണ്ടെങ്കിലും ഈ റോഡിന് ദിവസങ്ങൾ മാത്രമേ ആയുസുള്ളതിന് മാറ്റം വരണം. സംസ്ഥാനത്ത് അല്പസമയത്തിനകം അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് നിലവിൽ വരും. വൈകിട്ട് 6:30-ക്കും രാത്രി 10:30-ക്കും ഇടയിലാണ് നിയന്ത്രണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അർബുദ രോഗത്തിനുള്ള വില കൂടിയ മരുന്നുകൾ മലിനജലം വീണ് നശിക്കുന്നതായി വകുപ്പ് മേധാവി സ്ഥിരീകരിച്ചു.